ബ്രൂവറി വിവാദത്തിൽ പ്രതിപക്ഷത്തിന് മറുപടിയുമായി എക്സൈസ് വകുപ്പ്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം നേരത്തെ മറുപടി പറഞ്ഞതാണെന്ന് എക്സൈസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി. മലബാർ ബ്രൂവറീസിന് നായനാർ സർക്കാരിന്റെ കാലത്ത് നൽകിയത് അനുമതി മാത്രമാണെന്നും ലൈസൻസ് നൽകിയത് ആന്റണി സർക്കാർ ആണെന്നുമാണ് എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ചാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാരിനോട് 10 ചോദ്യങ്ങൾ ചോദിച്ചത്. ചെന്നിത്തലയുടെ 10ൽ 9 ചോദ്യങ്ങൾക്കും മന്ത്രി ടി.പി. രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകിയിരുന്നുവെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം. 1999-ൽ നിർത്തിവെച്ചിരുന്ന ലൈസൻസ് നൽകൽ വീണ്ടും ആരംഭിച്ചത് ആരുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെന്ന ചെന്നിത്തലയുടെ ആദ്യ ചോദ്യത്തിന് മാത്രമാണ് മറുപടി ലഭിക്കേണ്ടത്. A.K. ആന്റണിയാണ് ഈ ചോദ്യത്തിന് മറുപടി നൽകേണ്ടതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വാദം. 99-ൽ നിർത്തിവെച്ച ലൈസൻസ് പുനരാരംഭിച്ചത് ആന്റണി സർക്കാരാണ്. 2003 ഓഗസ്റ്റ് 5-നാണ് ആന്റണി സർക്കാർ മലബാർ ബ്രൂവറീസ് ലിമിറ്റഡിന് ലൈസൻസ് നൽകുന്നത്. 1998-ൽ നായനാർ സർക്കാർ മലബാർ ബ്രൂവറീസിന് തത്വത്തിലുള്ള അംഗീകാരം നൽകുക മാത്രമാണ് ചെയ്തത്. ആന്റണി സർക്കാർ ലൈസൻസ് നൽകിയത് വിശദീകരിക്കേണ്ട ബാധ്യത LDF-നില്ലെന്നും വിശദീകരണക്കുറിപ്പിൽ എക്സൈസ് വകുപ്പ് വ്യക്തമാക്കുന്നു. സർക്കാർ തത്വത്തിൽ നൽകിയ അനുമതി റദ്ദാക്കാനും ലൈസൻസ് നിരസിക്കാനും പിന്നീട് വന്ന സർക്കാരിന് കഴിയും. എന്നാൽ എന്തുകൊണ്ടാണ് ആന്റണി സർക്കാർ ഇതിനെതിരെ നടപടിയെടുക്കാത്തതെന്ന് ചെന്നിത്തല തന്നെ വിശദീകരിക്കണമെന്നും എക്സൈസ് വകുപ്പ് ആവശ്യപ്പെടുന്നു. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രമമെന്നും എക്സൈസ് വകുപ്പ് ആരോപിക്കുന്നു. മീഡിയ 1 തിരുവനന്തപുരം.